ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. ഞാൻ ഇന്നിവിടെ പറയുന്നത് എന്താണെന്നറിയാം. ഇന്ന് രാവിലെ വാട്സപ്പ് നോക്കിയപ്പോൾ കണ്ട നല്ലൊരു മെസ്സേജാണ് ഞാൻ കണ്ടത്. അതായത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യുവാക്കൾക്കെതിരെയുള്ള ഒരു സംഭവം. അതെനിക്ക് കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇനിയിപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ പുറത്തോട്ടൊക്കെ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റും കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡാസ്റ്റ് 10 എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റാണ്. അതെന്താണെന്നറിയാമോ? നമ്മൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അത് 6 മാസം മുമ്പ് വരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പോസിറ്റീവായിരിക്കും കാണിക്കാം. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വിസ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പം അത് കേട്ടപ്പോൾ ഒരു നല്ലൊരു വാർത്തയായിട്ട് തോന്നിയത്. അതായത് അത് വിസയ്ക്ക് വേണ്ടി മാത്രമല്ല, അല്ലാത്ത പല കാര്യങ്ങൾക്കും അത് അങ്ങനെ ഒരു ടെസ്റ്റ് കൊണ്ടുവരണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കണമെങ്കിൽ, പിന്നെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു ജോബിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു മെഡിക്കൽ ടെസ്റ്റ് വെച്ചിട്ട് ഏത് ജോബിനായിരുന്നാലും അങ്ങനെ ഈ ടെസ്റ്റും കൂടെ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ യുവാക്കളെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ജോലി വേണ്ട, ഞാനൊരു ബിസിനസ് ചെയ്തു പോകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തു പോകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ലൈസൻസിന് വേണ്ടി എന്തായാലും ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി കൂടെ ഇത് ഉൾപ്പെടുത്താമെങ്കിൽ പിന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ ഇങ്ങനത്തെ ഉപയോഗം മാറ്റാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ലൈസൻസ് എടുക്കണ്ടെന്ന് വിചാരിക്കുന്ന യുവാക്കൾ വളരെ കുറവായിരിക്കും. അത് ലേഡീസ് ആയാലും ശരി, ജെൻസ് ആയാലും ശരി, എല്ലാവർക്കും ഇപ്പം 2 വീലറോ അല്ലെങ്കിൽ 4 വീലറിൻ്റെയോ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും അത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടെസ്റ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് അത് പിടിച്ചു നിർത്താൻ സാധിക്കും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ TV തുറന്നു കഴിഞ്ഞാൽ, അല്ലേ, ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കേൾക്കാൻ ഇപ്പം ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് ആളുകൾ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ്, അല്ലേ? പണ്ട് മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, എന്തോ മറ്റേ ശ്രീധരൻ്റെ ഒന്നാം തിരിമുറിവ്, അങ്ങനെ എന്തോ ഒരു സിനിമയായിരുന്നു. അപ്പം അതിൽ പിന്നെ മമ്മൂട്ടിയുടെ അനിയനായിട്ട് വരുന്ന യദുകൃഷ്ണനാണെന്ന് തോന്നുന്നു, വിധുകൃഷ്ണോ ആരോ ആണ്. അത് ട്വിൻസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടുപേരും തിരിച്ചറിയില്ല. അപ്പം ആ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്, അതൊരു കുട്ടിയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ അസ്വസ്ഥരാണ്. അപ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ യുവതലമുറ. അപ്പം ആ യുവതലമുറ ഇപ്പോഴാണ് കൂടുതൽ അസ്വസ്ഥരായി കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആണ്, എല്ലാവരും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ വലിയ പ്രശ്നങ്ങൾക്ക് ഉള്ള മെയിനായ കാരണം എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ പിള്ളേരോടൊക്കെ പറയാറുണ്ടല്ലേ, സീരിയൽ കാണുന്നതിന് കുട്ടികളെ ഒഴിവാക്കണം. കാരണം ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ളതുണ്ട്. ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫിലിമീന്നും അങ്ങനെ വരുന്നുണ്ട് ഉള്ളതാണ് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്. കാരണം എന്താണ്, ഇപ്പം അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അല്ലാതെ എല്ലാവരും ഒന്നും കണ്ടുപോയെന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു ഇതില്ല. അപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ കൂളാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അച്ഛനമ്മമാരാണ്. കാരണം കുട്ടികളുമായിട്ട് കൂടുതൽ സമയം അവർ ചെലവഴിക്കുക, അല്ലേ? അവരുടെ മനസ്സിലുള്ള ഫ്രസ്ട്രേഷൻ എന്താണെന്നും അവരുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് പിന്നെ ഷെയർ ചെയ്യാൻ, മാതാപിതാക്കളോട് ഷെയർ ചെയ്യാൻ ഉള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ഷെയർ ചെയ്തു പോയി എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ഇത് പിടിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് തോന്നുന്നത്. ഇപ്പം എത്ര കേസാണ് നമ്മൾ കണ്ടല്ലോ. ഇപ്പം ഈ അടുത്ത് തന്നെ ഇപ്പം ഈ ന്യൂ ഇയറിൽ നോക്കിയ 25 ജനുവരി മുതൽ ഇങ്ങോട്ട് എത്ര കേസായി നമ്മളിങ്ങനെ കാണുന്നു, അല്ലേ? ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്, അല്ലേ? ഞങ്ങൾ അസ്വസ്ഥരാണ്. അത് തന്നെയാണ് മെയിനായ കാരണം എന്ന് പറയുന്നത്. അപ്പം അത് എങ്ങനെയെങ്കിലും തടയിട്ടേ പറ്റുള്ളൂ, അല്ലേ? ഇല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോകും, അല്ലേ? നമ്മുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് പലതും കാണാൻ സാധിക്കും, അല്ലേ? നമ്മുടെ അടുത്ത തലമുറ എന്ന് പറയുന്നത് നന്നായിരിക്കണം എന്നല്ലേ നമ്മൾ എപ്പോഴും വിചാരിക്കുള്ളൂ. അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ അതിനൊരു കടിഞ്ഞാൺ ഇട്ടാൽ മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അച്ഛനമ്മമാർ കൂടുതൽ ഇൻവോൾവ് ആവുക. ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫോണിലാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ ഫോണിലാണ്, കുട്ടികളും ഫോണിലാണ്. അവർ തമ്മിൽ പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല. അപ്പോൾ ആ സംസാരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനും അത് കറക്റ്റായിട്ട് പിന്നെ മാറ്റിയെടുക്കാനും സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സമയം ഒന്നുമില്ലെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ വരുന്ന ഒരു ടൈമെങ്കിലും എല്ലാവരും കൂടിയിരുന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക, സംസാരിക്കുക, അല്ലെ? ഓപ്പണായിട്ട് സംസാരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പോഴത്തെ പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരം വളരെ കുറവാണ്. ഇപ്പം അടുത്ത വീടുകളിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
പുതിയ തലമുറയിലെ കുട്ടികൾ എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോണ്ടാക്ട് കുറവാണ്. അവർ വീടുകളിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. അപ്പുറത്താരാണ് ഇപ്പുറത്താരാണ്, നമ്മളെന്ത് ഒന്ന് നോക്കിയാൽ തന്നെ പെട്ടെന്നൊന്ന് നോക്കി ചിരിച്ചിട്ട് അങ്ങ് മാക്സിമം മാറിക്കളയും അല്ലേ. അവര് മുമ്പിൽ നിൽക്കാൻ എന്താണ് അതിന്റെ പ്രശ്നം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു മുമ്പിൽ നിൽക്കാൻ കുറച്ച് മടിയുള്ളതുപോലെ, അതുപോലെ കൂടുതൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രമാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. അല്ലാതെ ഒരു പുതിയൊരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെ സംസാരിക്കണമെന്നോ എങ്ങനെ പെരുമാറണമെന്നോ അറിയാത്ത രീതിയിലാണ് പുതിയ തലമുറ വളർന്നു വരുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങൾ 100% ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം എന്താ, ചെറിയ ക്ലാസ് മുതലേ, അതായത് സ്കൂളിൽ പോകുന്ന സമയം മുതലേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സ്പേസ് അവർക്ക് കൊടുക്കുക. അതുപോലെ അച്ഛനമ്മമാരോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പറയാവുന്ന കാര്യങ്ങൾ, വീട്ടിൽ അച്ഛനമ്മമാരോടും സഹോദരങ്ങളോടും പറയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അല്ലെ. അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ഇത് മാറ്റാൻ പറ്റും. അത് നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കൊറോണ സമയത്ത് ഒരുപാട് പേര് പെറ്റ്സിനെ മേടിച്ചു അല്ലേ, പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടികളെയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് അതിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് എവിടെ പോയി എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം അല്ലെ. ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ഇന്നടത്ത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പഠിപ്പിച്ചെടുക്കുകയും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഫുഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മാത്രമേ അത് എടുക്കാവൂ അല്ലെ. അങ്ങനെ നന്നായിട്ട് അച്ചടക്കത്തോടെ പട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടോ അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതേ രീതിയിൽ ആ ഒരു അച്ചടക്കത്തോടെ നമ്മൾ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുതിയ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതിന് തെളിവാണ് ഈ പട്ടികളെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ അഥവാ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, ആ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പട്ടിയും പൂച്ചയൊക്കെ കറക്റ്റായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെ. ഭയങ്കരമായിട്ട് കടിക്കുന്ന പട്ടി, അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോൾ ചാടി വീഴുന്ന പട്ടി, വീട്ടുകാർക്ക് പോലും തൊടാൻ പറ്റാത്ത രീതിയിലുള്ള പട്ടി നമ്മൾ ഇതിൽ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലേ. ആ ട്രെയിനേഴ്സ് വന്നിട്ട് എന്ത് കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ പറഞ്ഞ്, എത്ര പെട്ടെന്നാണ് അവർ അതിനെ ഇടപഴകി എടുക്കുന്നത് അല്ലെ. പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെ. ആ രീതിയിൽ കുട്ടികളെ ചെയ്യിപ്പിച്ചെടുക്കണ്ടേ അല്ലെ. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ ചെയ്യിപ്പിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പുതിയ തലമുറയെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ കഴിയും. ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ ടീനേജേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലെ. പട്ടിയെ നമ്മൾ കറക്റ്റായിട്ട് വിളിച്ചാൽ ഇങ്ങോട്ട് വരും, പക്ഷെ കുട്ടിയെ വിളിച്ചാൽ അങ്ങോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അത് മാറ്റിയെടുത്ത് അല്ലെ നല്ലൊരു രീതിയിൽ കുട്ടികളെ ട്രെയിൻ ചെയ്ത് എടുക്കാമെങ്കിൽ ഇനി വരുന്ന തലമുറയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അവരുടെ ആ ഒരു മനസ്സിലെ ഫ്രസ്ട്രേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള കൗൺസിലിംഗ് കൊടുക്കുക അല്ലേ. നമ്മൾ പറഞ്ഞു കുട്ടികളെ പട്ടിയെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നത് പോലെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കൗൺസിൽ ചെയ്യിപ്പിക്കുക. കൗൺസിൽ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് പഴയ കാലത്താണ് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മെന്റൽ ഇഷ്യൂ ആണെന്ന് ആൾക്കാർ വിചാരിക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതൊന്നുമല്ല, നമുക്കൊരു മൈൻഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. മൈൻഡ് സെറ്റ് അത് തന്നെയാണ്, മൈൻഡ് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴും കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോയി കൗൺസിലിംഗ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് ഉറപ്പായിട്ട് സാധിക്കും. പുതിയ തലമുറയെ നന്നായിട്ട് വാർത്തെടുക്കാനും സാധിക്കും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുന്നു. കൊച്ചു പിള്ളേരാണല്ലേ അക്രമവാസനയിലൂടെ പോകുന്നത് അല്ലേ. അതുപോലെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ കമ്പൽസറി ആക്കുക. അത് ലൈസൻസ് ടെസ്റ്റിനായാലും പിന്നെ കോളേജ് അഡ്മിഷനായാലും അപ്പോൾ ഒരു ജോബിൽ പിന്നെ ജോയിൻ ചെയ്യുന്ന സമയത്തായാലും ഒക്കെ കമ്പൽസറി ആക്കുക. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആക്കുക. ഉറപ്പായിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെ. ഇതിനോട് യോജിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഇന്ന് രാവിലെ ഇത് ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാനും ചിന്തിച്ചത് ശരിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലും കൂടെ അത് കമ്പൽസറി ആക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ സംഭവത്തിൽ നിന്ന് നമ്മുടെ കുട്ടികൾ മാറിപ്പോകും അല്ലെ. ആരും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ മയക്കുമരുന്ന് ഇവിടെ വരില്ല അല്ലെ. കുറെ പേരെങ്കിലും അല്ലെ, മാക്സിമം കുട്ടികളെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ സാധിച്ചാലല്ലേ. ഇപ്പൊ 100% ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും പറയില്ലേ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം, അപ്പോഴേ നമുക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനിപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് തോന്നി. അപ്പം ഞാനിത് ഷെയർ ചെയ്യുമ്പം ഇത് കേൾക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ, നമ്മുടെ ഒന്നും വലിയ ചാനലൊന്നുമല്ല, കുഞ്ഞു ചാനലാണ്. അപ്പം അത് കേൾക്കുന്ന കുറച്ച് പേരുണ്ടെങ്കിൽ അവർ തന്നെ പലരോടും പറയല്ലേ, അങ്ങനെ പറയും ഇങ്ങനെ ഒരു സംഭവം കണ്ടു എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം പിന്നെ ഇത് നല്ല മെസ്സേജ് ആണെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ
അത്രയും ആൾക്കാരെങ്കിലും അതറിയുമല്ലേ. അവർ പറഞ്ഞ ഒരു 10 പേരോട് പറയുമ്പോൾ ഓരോരുത്തരും കുറച്ച് പേരോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്കിത് ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും അത് ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതൊന്ന് ഷെയർ ചെയ്യാം. കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ഇതൊക്കെ ഒന്ന് ഓർത്ത സമയത്ത് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അറിയാമല്ലോ അല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, കുഞ്ഞു ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പം ഇതുവരെ കുറേ പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും കുറച്ച് പേരും കൂടെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.